സെപ്റ്റംബർ മാസം 17-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ ദൈവിക വെളിപ്പാടുകൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് വ്യക്തിപരമായിട്ട് നൽകുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ തലവണക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്, പരിപാലകനാണ്, പുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ചവനാണ്. ഇന്ന് ഈ മറിയുന്ന ഈ ലോകത്തിൽ, ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ അവിടുത്തെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, വിശ്വസിക്കുവാൻ, നിത്യമായ കാര്യങ്ങൾക്ക് ഉറപ്പുണ്ടാകുവാൻ കർത്താവിടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ, പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ലോക സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ദുഷ്ടത പെരുകി വരികയാണ്. നന്മ ചെയ്യുന്നവരെ, നീതിമാന്മാരെ വെടിവെച്ച് കൊല്ലുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പൊതുവെ നമ്മൾ നോക്കിയാൽ ലോകം, മനുഷ്യർ, ആണും പെണ്ണും, കുടുംബങ്ങളും ലോകരാഷ്ട്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പലരും ഇത് വളരെ ലാഘവബോധത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. ഒരാളെ വെടിവെച്ച് കൊന്നു, എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ മൗലികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മൗലികമായിട്ട് ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്ന്, വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ച്, ഈ ചരിത്രത്തെ സംബന്ധിച്ച്, ഈ ലോകം നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ, അവൻ്റെ കാഴ്ചപ്പാട്, മനുഷ്യനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ മറുഭാഗം, ഈ ലോക സംഭവങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ, വെളിപ്പെട്ട വചനത്തിലൂടെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ ഒന്നും രണ്ടും ലോക അഭിപ്രായങ്ങളെ സംബന്ധിച്ച്, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് അതിവിഭിന്നവും വളരെ വ്യത്യസ്തവും, അത് പകയ്ക്കും കൊലപാതകത്തിനും കാരണമാകുന്ന ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഇന്ന് നാം കാണുന്ന
പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ്. ഞങ്ങളെപ്പോലുള്ള പാലാരിവട്ടം ബൈബിൾ ചർച്ച് അല്ലെങ്കിൽ ബൈബിൾ ചർച്ച് മൂവ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശവും ഇത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, തൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ ശത്രുതയുണ്ട്. കാരണം ഇന്ന് മനുഷ്യർ സിംഹാസനങ്ങൾ ഉണ്ടാക്കി താൻ തന്നെ ആ സിംഹാസനത്തിൽ ഇരുന്ന് തന്നെ ആരാധിക്കുകയും തൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്ന, അതുമാത്രമല്ല മറ്റുള്ളവരെന്ത് ചെയ്താൽ അതിനെതിരായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നാം കാണുന്നത്. മാൻ ഓൺ ദി ത്രോൺ ഹിംസെൽഫ്. അപ്പോൾ അവിടെ നമ്മുടെ ആ സിംഹാസനം നമ്മുടെ മനുഷ്യരെ ഇറക്കി അവിടെ ദൈവത്തെ പ്രതിഷ്ഠിച്ച് ആ ദൈവത്തെ ആരാധിക്കുന്നവരായി തീർക്കുക, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ജീവിക്കുന്നവരായി തീർക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഉത്തരവാദിത്തങ്ങളാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പമായിട്ട് ചിന്തിച്ച വിഷയം ലോകത്തിൽ ഉപ്പും വെളിച്ചവും ഇല്ലാതായിരിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവും തൻ്റെ ശിഷ്യന്മാരായിരിക്കണം, തൻ്റെ പിൻഗാമികളായിരിക്കണം, തൻ്റെ ഉപദേശങ്ങളുടെ പിൻഗാമികളായിരിക്കണം, തൻ്റെ അപ്പസ്തോലന്മാർ മുഖാന്തരം തന്ന ഉപദേശങ്ങളുടെ അനുസരിക്കുന്നവരായിരിക്കണം എന്നൊക്കെയാണ് ദൈവം തമ്പുരാൻ തീരുമാനിച്ചത്. യേശു ക്രിസ്തു അപ്രകാരമാണ് പഠിപ്പിച്ചത്. എന്നാൽ ഈ ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെടുകയും ലോകം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് അവർ ഇരുട്ടിലേക്ക് പോകുന്നത്? കാരണം ഇരുട്ടിനെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും നാം വായിക്കുകയുണ്ടായി. ഇതാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ച ചില കാര്യങ്ങളുടെ ആകത്തുക, സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച വേദഭാഗം വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തു ആർ എന്നുള്ളത് ഇന്നും എന്നും ഓരോ വ്യക്തികളും തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെട്ട് ഇവനാര് എന്ന് നാം വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. ശിമോൻ പത്രോസ് പറഞ്ഞു, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം കർത്താവ് ശിമോനോട് പറഞ്ഞു, നീ പത്രോസാകുന്നു, നിൻ്റെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, അത് പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. എന്നാൽ ഇന്ന് കാണുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോചനീയമായ വിധം യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ വളരെ ചുരുക്കമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് വിരലിൽ എണ്ണാൻ തക്കവണ്ണമുള്ള ദൈവഭക്തന്മാരെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. കേരളത്തിലാണെങ്കിൽ അതിലും ചുരുങ്ങി വരികയാണ്. ലോകം നോക്കുകയാണെങ്കിൽ അതും വ്യത്യസ്തമല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിൽ യേശു ആർ നാം വായിച്ചതുപോലെ തിരുവചനത്തിനുള്ള മറുപടി തന്നു കഴിഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു ക്രിസ്തു. യഹോവയായ ദൈവം തന്നെക്കുറിച്ച് ഇസ്രായേലിന് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ എബ്രാഹിമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവം. ആ ദൈവത്തിൻ്റെ പുത്രനായ
ക്രിസ്തുവാണ് യേശു ക്രിസ്തു. ഇത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഇത് നാം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ നടത്തി അത് കാര്യങ്ങൾ വ്യക്തമായി നാം വിശ്വസിക്കുന്നു എങ്കിൽ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളത് അത് വാസ്തവമാണ്. രണ്ടാമതായിട്ട് നാം ചോദിക്കേണ്ട വിഷയം, ഈ യേശു ക്രിസ്തുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസികളുടെ വിശ്വാസ സംഹിത എന്തായിരിക്കും? യേശുവിൽ വിശ്വസിക്കുന്നവർ എന്ത് വിശ്വസിക്കുന്നു? അതിനുവേണ്ടി ഒരു വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അയച്ച് അത് വന്ന ദിവസമാണ്. അതിന് പെൻ്റെക്കോസ്റ്റ് എന്നാണ് നാം അതിനെ വിളിക്കുന്നത്. 50-ാം തിരുനാൾ, 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവ് വന്ന് പത്രോസിലും അന്നത്തെ അപ്പസ്തോലന്മാരിലും നിറഞ്ഞ ആ അപ്പസ്തോലനായ പത്രോസിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചാൽ ഈ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. കാരണം നമ്മുടെ വിശ്വാസ സംഹിത അത് ഒന്നില്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ ഈ വേൾഡ് വ്യൂ അനുസരിച്ച് ഈ ലോകം യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു അത് വിശ്വസിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് അനുസരിച്ച് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനുവേണ്ടി ഞാൻ വായിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 22, 23, 24 3 വാക്യങ്ങൾ. ഇവിടെ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ട് കൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചുവിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. ഇതാണ് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പറഞ്ഞ കാര്യം. പരിശുദ്ധാത്മാവ് തന്നെ തൻ്റെ സുവിശേഷ തൻ്റെ ദൈവവചന എഴുത്തുകാരിലൂടെ പ്രവർത്തിച്ച് എഴുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവിക സത്യമാണ്. ആരാണ് യേശു ക്രിസ്തു? അത്ഭുതങ്ങളാലും ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ. കാരണം പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ദൈവം ഈ ക്രിസ്തു വരുമ്പോൾ അവനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. അതിനുവേണ്ടി ഒരുപാട് അടയാളങ്ങൾ യഹൂദന്മാർക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്നും നമ്മുടെ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അവൻ വരുമ്പോൾ കുരുടന് കാഴ്ച കൊടുക്കും, മുടന്തിന് നടത്തും, അവനെല്ലാവർക്കും നന്മ ചെയ്യും, രോഗികൾക്ക് സൗഖ്യം നൽകും. അപ്പം അങ്ങനെ ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം കാണിച്ചു കൊടുത്ത പുരുഷനാണ് ഈ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെയാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലാതെ ലോകം പറയുന്ന, സഭകൾ പറയുന്ന യേശു ക്രിസ്തുവിനല്ല നാം വിശ്വസിക്കേണ്ടത്. തിരുവചനത്തിലെ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കി ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയുടെയും വിശ്വാസ സംഹിത എന്തായിരിക്കുമെന്ന് അല്പമായിട്ട് ഞാനൊന്ന് അല്പമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവയെ ക്രൈസ്തവ സഭയുടെ നിർണായക ഉപദേശങ്ങൾ എന്ന് പറയാം. ഈ ഉപദേശങ്ങൾ കൂടാതെ ഒരുവൻ ക്രിസ്ത്യാനി എന്ന്
തിരുവചനത്തിൻ പ്രകാരം ദൈവിക വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അസാധ്യമാണ്. ഒരു യേശുക്രിസ്തുവിൽ വിശ്വാസി എന്ന് നിർവചിക്കപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ദൈവം സംസാരിച്ചു, ദൈവം വെളിപ്പെടുത്തി, തന്നെ വെളിപ്പെടുത്തി, തൻ്റെ പ്ലാനും പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി, തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി. ഈ കാര്യങ്ങളാണ് നമ്മൾ വെളിപ്പാട് എന്ന് പറയുന്നത്. ഈ വെളിപ്പാട് അത് അധികാരമുള്ളതും തെറ്റില്ലാത്തതും അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. അത് ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാനിത് ഓർപ്പിക്കും. ഒന്ന്, ഇത് റെവലേഷനാണ്, വെളിപ്പാടാണ്. അതാണ് നമ്മുടെ ബൈബിൾ, 66 പുസ്തകങ്ങളാണ് ബൈബിൾ. 2, ഇത് അതോറിറ്റിയാണ്, അധികാരമുള്ള പുസ്തകമാണ്. 3, ഇത് തെറ്റില്ലാത്ത, ഇത് എഴുതപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതുകൊണ്ട് തെറ്റുകൾ ഇല്ല എന്നുള്ളതും അതിന് വിശ്വാസ സംഹിതയാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഇത് നമുക്ക് നൽകുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിക്കണമെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് തുലനം ചെയ്യണമെങ്കിൽ ഒരു മാനദണ്ഡം ആവശ്യമാണ്. അതാണ് ദൈവവും ദൈവത്തിൻ്റെ വെളിപ്പാടായ ദൈവ വചനവും. രണ്ടാമതായിട്ട്, ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ നിർണായകമായ ഉപദേശങ്ങളിൽ രണ്ടാമത്തെ കാര്യം ദൈവം ആർ എന്നുള്ളതാണ്. ഹൂ ഈസ് ഗോഡ്? നമ്മുടെ GOD ഗോഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുമ്പോൾ ഇതാരാണ് ദൈവം? എന്തുകൊണ്ട്? ഇപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വരും. അത്ഭുതങ്ങളും അടയാളങ്ങളും നസ്രായനെ യേശു, അതാണ് യേശു ക്രിസ്തു. അതുപോലെ നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട എന്തൊക്കെയാണ്? തിരുവചനം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന 39 27 പഴയ നിയമ പുസ്തകങ്ങളും 39 പുതിയ നിയമ പുസ്തകങ്ങളും ചേർത്തുള്ള അതിലെ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ വിശ്വാസം ത്രിയേക ദൈവത്തിലാണ്. സത്തയിൽ 1, വ്യക്തിയിൽ 3, വ്യക്തികൾ സമത്വമുള്ളവർ, വ്യതിരക്ത പ്രവർത്തനം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ ഏക സത്തയിൽ 3 വ്യതിരക്ത വ്യക്തികളുള്ള സമത്വമുള്ള ദൈവമാണ് ക്രൈസ്തവൻ്റെ ദൈവം. ഇവനാണ് സാക്ഷാൽ ദൈവം. ഇത് അപ്രകാരം തന്നെയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 16, 17 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. 3-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങളിൽ, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ വെള്ളത്തിൽ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. 17-ാം വാക്യം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തികളെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തോട് ബന്ധത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പരമോന്നതമായ വിഷയം ദൈവിക വെളിപ്പാടാണ്. രണ്ടാമതായിട്ട് ദൈവം ആര്? ദൈവം ഏകനാണ്. ഒരു ദൈവമേ ഉള്ളൂ, 3 ദൈവങ്ങളില്ല. ഏക ദൈവം. ആ ഏക ദൈവത്തിൽ 3 വ്യക്തികൾ, അത് വ്യതിരക്തരാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പിതാവ് സംസാരിക്കുന്നു, പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നു. അതുകൊണ്ട് ഇത് 3 വ്യത്യസ്ത വ്യക്തികളാണ് എന്നും അത് മാത്രമല്ല പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പിതാവല്ല നമുക്ക് വേണ്ടി മരിച്ചത്, പരിശുദ്ധാത്മാവല്ല മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്, അത് പുത്രനാണ് ചെയ്തത്. അതാണ് ത്രിത്വത്തിലെ പുത്രൻ്റെ ഉത്തരവാദിത്തം ആയിട്ട്. അത് ദൈവിക തലത്തിലുള്ള കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ആര് എന്നുള്ളത് വിഷയമാണ്. പരിശുദ്ധാത്മാവ് പരിപൂർണ ദൈവമാണ്. പിതാവിനെ പോലെ തന്നെ, പുത്രനെ പോലെ തന്നെ ഉള്ള ത്രിത്വത്തിലെ പൂർണ്ണ സമത്വമുള്ള ദൈവമാണ്
പരിശുദ്ധാത്മ. ഇത് പറയാൻ കാരണം ഇന്ന് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിക്കുന്ന, ഇത് ഏത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് ഈ പെന്റക്കോസ്റ്റൽ കരിസ്മാറ്റിക് മൂവ്മെന്റ് വളരെ ശക്തമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാര് എന്നുള്ളത് വളരെ വിഷയമുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരു അപ്പസ്തോല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്നൊരു ശക്തമായ ഒരു ഉപദേശമുള്ള വിഷയമാണ് ഇത്. അത് അപ്പസ്തോല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വില്ലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ട് വന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയിരിക്കുന്നത് എന്താ? അത് വിലയ്ക്ക് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നല്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. അപ്പം ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൈവമാണ് എന്നുള്ളത്, ദൈവത്തോടാണ് ഈ അനന്യാസും സഫേരിയും കുറ്റം ചെയ്തത്, പാപം ചെയ്തതെന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെ തിരുവചനത്തിൻ്റെ പ്രാധാന്യം, സ്ത്രീത്വത്തിൻ്റെ പ്രാധാന്യം, മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ്, നാലാമതായിട്ട് യേശു ക്രിസ്തു ആര് എന്നുള്ളത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യേശു ക്രിസ്തു നിർവചിക്കുന്ന ഒരുപാട് വേദവാക്യങ്ങൾ നമുക്കുണ്ട്. അത് ക്രിസ്റ്റോളജി എന്നൊരു ഇതിൽ നമുക്ക് വർഷങ്ങളോളം പഠിക്കാവുന്ന ഒരു വിഷയമാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ക്രിസ്തു ആര്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതിനുവേണ്ടി 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. റോമാലേഖനം 1-ാം വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തു ജഡപ്രകാരം ആസ് എ മാൻ he was born a Jew. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ ജനിച്ചവനാണ്. എന്നാൽ അതേ സമയം തന്നെ അവൻ പൂർണ്ണ ദൈവവുമാണ്. അതിന് 9-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണ്, പിതാക്കന്മാരിലും അവർക്കുള്ളത്. ഇസ്രായേലിനുള്ളത് പിതാക്കന്മാർ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിർണായകമായ ചില കാര്യങ്ങളിൽ ഒരു കാര്യം ഈ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ വ്യക്തിയും പൂർണ്ണ ദൈവവും ആകും. ഒരു വ്യക്തിയിൽ 2 സ്വഭാവങ്ങളുള്ള, 2 ഹിതമുള്ള ഏക വ്യക്തിയാണ് കന്യാമറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. 5-മതായിട്ട് ഈ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് നിർണായകമായ ഉപദേശമാണ്. ഈ ഡൈഡ്, അത് എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ള മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അത് വേറൊരു വിഷയമാണ് പഠിക്കേണ്ടത്. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതും അവൻ പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതും മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന്.
അതുകൊണ്ട് അവരുടെ പുനരുത്ഥാനവും വളരെ നിർണായകമായ ഒരു ഉപദേശമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വായിച്ച് ഇത് രണ്ടിനും പറ്റിയ ഒരു വാക്യമാണത്. മരിച്ചു, പുനരുത്ഥാനം ചെയ്തു എന്നുള്ളത്. അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധരമുള്ള കൈയാൽ തറപ്പിച്ചു കൊന്നു. He died. 24-ാം വാക്യം. ദൈവം ആ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യമായ കാര്യങ്ങൾ, നിർണായകമായ വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് കർത്താവ് മരിച്ചു, കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ 2-ാം വരവ്, കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കും. പലർക്കും അത് മെമ്മറി വേഴ്സായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് 2-ാം വരവിനോടുള്ള ബന്ധത്തിലൊരു വാക്യം. 2-ാം ആഗമനം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. സെക്കൻഡ് അഡ്വൻ്റ് എന്ന് പറയും. ആദ്യത്തെ അഡ്വൻ്റാണ് പുൽക്കൂട്ടിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു, മറിയയിൽ ജനിച്ച. ഇനി 2-ാമത്തെ ആഗമനം എന്ന് പറയുന്ന കർത്താവ് തൻ്റെ ദൂതന്മാരുമായി സർവശക്തിയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വെളിപ്പെടും എന്നുള്ളത്. ഇതിനോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 24-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇത് കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷിതയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിർണായകമായ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ നിർണായകമായ കാലഘട്ടമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സഭാചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ യഹൂദന്മാരിൽ തന്നെ ശക്തമായ പ്രതിഷേധം സഭയ്ക്കുണ്ടായി. അവരെ ഉപദ്രവിച്ചു, ധാരാളം പേരെ കൊല്ലുകയുണ്ടായി. തുടർന്ന് റോമൻ സാമ്രാജ്യത്തിൽ, എന്നാൽ ഏകദേശം AD 300 ആ കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിൻ എന്ന് പറയുന്ന ചക്രവർത്തി എങ്ങനെയോ അദ്ദേഹം ക്രൈസ്തവ സഭയെ അംഗീകരിച്ചു. ഒരു സമാധാനം ഈ ലോകത്തിലുണ്ടായി. എന്നാൽ ഇന്ന് ആ സമാധാനം നഷ്ടപ്പെട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, ക്രിസ്തുവിനെതിരായിട്ട്, ക്രിസ്തുവിൻ്റെ വചനത്തിനെതിരായിട്ട്, അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും എതിരായിട്ട് ശക്തമായി ഇന്ന് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് പരിശോധിച്ച്, തിരുവചനം പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിഷയം യേശുക്രിസ്തുവിൻ്റെ പ്രവാചകന്മാർ വഴി പഴയ നിയമത്തിലും പുതിയ നിയമത്തിൻ്റെ അപ്പസ്തോലന്മാരെന്ന ഉപദേശങ്ങൾ, അതിന്മേൽ പണിയപ്പെട്ടതാണ് സഭ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചർച്ച് ഈസ് ബിൽഡ് അപ്പോൺ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻസ്. അപ്പസ്റ്റോളിക് നോ, അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നാം ഇതിനെ പഠിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ ഈ അസമാധാനത്തിൻ്റെയും ദുഷ്ടത പെരുകി വരുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനത്തിലൂടെ പ്രവർത്തിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കി അവൻ വിശ്വസിക്കാൻ തക്കവണ്ണം അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും വിശ്വസിച്ച് നിത്യരക്ഷ ഉള്ളവരായിട്ട്, നിത്യപ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവവചനം വായിക്കാനും പരിശോധിക്കുവാനും അത് വിശ്വസിക്കാൻ തക്കവണ്ണം പരിശോധന ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.